മിസ്റ്റർ രവി മാധവനാണല്ലേ ഈ പ്രൊജക്ട് ഫണ്ട് ചെയ്യുന്നത്? ടു ബി എക്സാക്ട്, ഇതൊരു കൺസോർഷ്യമാണ് ഹെഡഡ് ബൈ ആർ രവി മാധവൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ ഒരു മൂവിയിൽ ഷറഫുദ്ദീൻ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതൊരു കൺസോർഷ്യമാണെന്നാണ് പുള്ളി പറയുന്നത്. സോ എന്താണ് ആക്ച്വലി കൺസോർഷ്യം? കൺസോർഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ എന്താണ് കൺസോർഷ്യം എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കൺസോർഷ്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് എന്താണ് ഗ്രൂപ്പ്സ് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ATX പഠിക്കാനുള്ള അല്ലെങ്കിൽ ടാക്സ് UK പഠിക്കാനുള്ള 2 തരത്തിലുള്ള ഗ്രൂപ്പ്സാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ആ ഒരു ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമുക്ക് ഗ്രൂപ്പ്സ് വരുന്നത് 2 തരത്തിലുള്ള ഗ്രൂപ്പ്സാണ് വരുന്നത്. ഒന്ന് 75% ഗ്രൂപ്പ്സും രണ്ടാമത് വരുന്നത് 51% ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഇതിൽ 75% ഗ്രൂപ്പ് എന്താണ്, 51% ഗ്രൂപ്പ് എന്താണ്? ഓക്കെ, അപ്പോൾ ഈ 75% ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ A കമ്പനിക്ക് B കമ്പനിയിൽ ഡയറക്റ്റ്ലി ഒരു 80% ഉണ്ട്. സോ മോർ ദൻ 75% ഓണർഷിപ്പ് ഒരു കമ്പനിയിലുണ്ടെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സിഡറി ലെവലിൽ എന്താണ്, ഇവരൊക്കെ ഒരു 75% ഗ്രൂപ്പിലാണെന്ന് പറയാം. അതായത് B കമ്പനിയും A കമ്പനിയും ഒരു 75% ഗ്രൂപ്പിലാണുള്ളത്. ഓക്കെ, അപ്പം B കമ്പനിയുടെ ട്രേഡിംഗ് ലോസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് A കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, A കമ്പനിയോട് ഇങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സിയുടെ കേസ് സെയിം തന്നെയാണ്, കാരണം മോർ ദൻ 75% ഉണ്ട്, ഇവിടെ 95 ഉണ്ടല്ലോ. D കമ്പനിയുടെ കേസിലുള്ള സമയത്ത് ഇത് പറ്റത്തില്ല, കാരണം 70 ഉള്ളൂ. ഇനി ഈ കമ്പനിയുടെ കേസിലാണെങ്കിലോ ഇത് പറ്റും, പോസിബിളാണ്, ബിക്കോസ് 75% ഉണ്ട്. ഇനി ഒരു സബ്സിഡറി ലെവലിൽ വരുന്ന സമയത്ത് ഇപ്പം F കമ്പനിയിൽ B കമ്പനിക്ക് ഒരു 75% ഉണ്ട്, A കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു 80% ഉണ്ടല്ലോ. സോ നമുക്കിവിടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം നോക്കേണ്ടതായിട്ട് വരും. അതായത് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80% ഇൻറ്റു 75% ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 75% റിസൾട്ട് ഇൻ നെറ്റ് കിട്ടുന്നുണ്ടോ തരുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 80% 75% ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു 60% വരുന്നുള്ളൂ. സോ ഇതെന്താണ്, ഇതിൻ്റെ ഈ ഒരു സബ്സിഡറി ആയിട്ടുള്ള F കമ്പനി 75% ഗ്രൂപ്പിൽ മെമ്പർ അല്ല. ഓക്കെ, ഇവർ മെമ്പർ അല്ല. ദെൻ I കമ്പനിയുടെ കേസ് നോക്കുന്ന സമയത്തോ അവിടെ 95 ഇൻറ്റു 0.8 ചെയ്യുന്ന സമയത്ത് ഇവിടെ 75ൻ്റെ മുകളിൽ വരുന്നുണ്ട്, ഒരു 76% കിട്ടുന്നുണ്ട്. സോ ഇതെന്താണ്, ഈ ഒരു I കമ്പനി ഈ ഒരു 75% ഗ്രൂപ്പിൽ മെമ്പറാണ്. സോ നമുക്കിങ്ങനെ വരക്കാം. ഓക്കെ, ദെൻ അപ്പം ഞാൻ പറഞ്ഞത് ഈ ടെറിട്ടറി നോക്കൂ, ഈ ടെറിട്ടറിക്ക് അകത്തുള്ള കമ്പനീസൊക്കെ 75% ഗ്രൂപ്പിനകത്തുള്ളതാണ്. ദെൻ വാട്ട് അബൌട്ട് J? ഒരിക്കലും വരത്തില്ല, കാരണം ഓൾറെഡി ഈ ഒരു D ഗ്രൂപ്പ് 75% ഗ്രൂപ്പിൽ മെമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ J ഒരിക്കലും A കമ്പനിയുടെ ഈ ഒരു ബിഗ് 75% ഗ്രൂപ്പിൽ മെമ്പർ അല്ല. ഓക്കെ, പക്ഷേ Dയും Jയും തമ്മിൽ ഒരു കമ്പനി ഫോം ചെയ്യാം, കാരണം D കമ്പനിക്ക് J കമ്പനിയിൽ 75%ൻ്റെ മുകളിൽ മെമ്പർഷിപ്പ് ഉണ്ട്, ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, K കമ്പനിയുടെ കേസിലോ K കമ്പനിക്ക് 75% ഇൻറ്റു 95% 71% വരുന്നുള്ളൂ. സോ ഇവരും എന്തല്ല, ഈ K കമ്പനിയും ഈ ഗ്രൂപ്പിൽ വരുന്നില്ല. ഓക്കെ, സോ ആകെ വരുന്നത് E വരും. സോ ഞാനൊന്നൊരു റീസ്ട്രക്ചർ ചെയ്ത് വരക്കുകയാണെന്നുണ്ടെങ്കിൽ E വരാം, C വരാം, Bയും വരാം, Bയുടെ അണ്ടറിലായിട്ടുള്ള F വരില്ല, Cയുടെ അണ്ടറിലായിട്ടുള്ള I വരാം. ഓക്കെ, ദെൻ D വരത്തില്ല. ഓക്കെ, സോ A കമ്പനി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഈ കമ്പനീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ A കമ്പനിയുടെ 75% ഗ്രൂപ്പിൽ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് 51% ഗ്രൂപ്പാണ്. സോ ഇവിടെ 2 റൂളേ ഉള്ളൂ, ഡയറക്റ്റായിട്ട് 75% ഉണ്ടാവുക, നെക്സ്റ്റ് എഫക്റ്റീവായിട്ടും 75% ഉണ്ടാവുക. സോ ഡയറക്റ്റായിട്ട് 75% ഇല്ലാത്തതുകൊണ്ടാണ് D വന്നത്, D റിമൂവൽ ചെയ്തത്. ഓക്കെ, 2 ലെവലിലും വരണം, ഞാൻ പറഞ്ഞല്ലോ, സബ്സിഡറി ലെവലിലും വരണം, സബ്സിഡറി ലെവലിലും വരണം.
ഇപ്പം ജെയുടെ കേസിൽ ഇവർക്ക് 80% എല്ലാം ഉണ്ട്, പക്ഷേ എന്താണ് സബ്സിഡറി ലെവലിൽ 75 ഇല്ല. ഓക്കെ, ദെൻ ഇവിടെ എഫക്റ്റീവായിട്ട് 75% ഇല്ല. സോ രണ്ട് ലെവലിലും ആ റൂള് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ദെൻ 51% കേസിൽ വരുന്ന സമയത്ത് ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ, മുകളിൽ 75% എന്തായാലും വേണം. താഴെ വരുന്ന സമയത്ത് 75% എഫക്റ്റീവ് വരണ്ട, അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു റിസൾട്ടില്ലേ അത് 51% വന്നാൽ മതി. സോ എന്താണ് രണ്ട് ഗ്രൂപ്പിലും ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ബെനഫിറ്റിൽ വരുന്ന ഡിഫറൻസ് നോക്കാം. അതായത് നമ്മളിപ്പം 75% ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, 51% ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, ആ ഒരു കാര്യമാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇപ്പം 75% ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ട്രേഡിംഗ് ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടി ലോസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അൺറിലീവ്ഡ് ആയിട്ട് എന്തെങ്കിലും QCD കിടക്കുന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഇൻട്രാ ഗ്രൂപ്പ് അസറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ CGT എക്സെംപ്റ്റഡ് ആണ്, അതായത് നോ ഗെയിൻ നോ ലോസ് ബേസിസിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുക. പക്ഷേ എന്ത് കൂട്ടണം, ഇൻഡെക്സേഷൻ അലവൻസ് കൂട്ടും. ഓക്കെ, സോ ഇത്തരത്തിൽ കുറച്ച് ബെനിഫിറ്റ്സ് അവിടെ വരുന്നുണ്ട്. ദെൻ 51% ഗ്രൂപ്പിലാണെന്ന സമയത്ത് നമുക്ക് അവിടെ ട്രേഡിംഗ് ലോസോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ക്യാപിറ്റൽ, അതായത് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് CGT എക്സെംപ്റ്റഡ് ആണ് എന്നുള്ള റൂള് മാത്രമേ വരുന്നുള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ ലോസ് ട്രാൻസ്ഫർ അങ്ങനെയല്ല, ഡയറക്റ്റായിട്ട് ക്യാപിറ്റൽ ഗെയിനും ലോസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു അസറ്റ് B കമ്പനിയിൽ, ഇപ്പം ലെറ്റ്സ് B കമ്പനിയും I കമ്പനിയും ഇവരൊക്കെ ഒരു 51% ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ B കമ്പനിയിൽ ഓൾറെഡി ഉള്ളൊരു അസറ്റ് I കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ സെയിൽ ചെയ്തിട്ട് അവർക്ക് CGT പേ ചെയ്യാം. മേ ബി അവർക്ക് ആ ഒരു വർഷം ടോട്ടലായിട്ട് ഉണ്ടാവുന്ന ടാക്സ് റേറ്റ് 19% ആവാം, Bക്ക് ചിലപ്പോൾ 25% ആവാം. അപ്പോൾ ചെറിയൊരു ടാക്സ് ബെനിഫിറ്റ് സേവിങ്സ് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റാണ്, ഓക്കെ നമ്മളത് കവർ ചെയ്ത് കഴിഞ്ഞു. വേറെ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ലൈക്ക് ട്രേഡിംഗ് ലോസ് കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളത് ആ ഒരു പോർഷൻ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു. ഇനി എന്താണ് കൺസോർഷ്യം എന്നുള്ളൊരു ടോപ്പിക്ക് മാത്രമേ നമുക്ക് ഇതിനകത്ത് എടുക്കാനുള്ളൂ. സോ കൺസോർഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, കമ്പനി എന്ന് പറയുന്ന കമ്പനി, ഈ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്നത് വേറെ രണ്ട് കമ്പനീസ്, B കമ്പനിയും C കമ്പനിയും വളരെ ജോയിൻ്റ് ആണ്, അല്ലെങ്കിൽ വേറെയും കമ്പനീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു K കമ്പനി കൂടെ ഉണ്ട്. സോ 5% മുതൽ 75% വരെ, അതാണ് ഇതിൻ്റെ റൂൾ വരുന്നത്. ഇപ്പം രണ്ട് എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഇപ്പം ഇവിടെ വേറൊരു കമ്പനി, R കമ്പനി. ഈ R കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത് I കമ്പനിയും J കമ്പനിയും ആണെന്ന് വിചാരിക്കാം. പിന്നെ വേറെ ഓക്കെ ഇത്ര മതി. സോ ഇവിടെ ഈ കമ്പനിക്ക് ഒരു 80% ഉണ്ട് ഇതിൻ്റെ ഷെയർ ഹോൾഡിങ്, ഇതിനൊരു ബാക്കി 20%. സോ ഇതൊരു കൺസോർഷ്യം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല, ബിക്കോസ് 75% മുകളിൽ വന്നു അത്, അതുകൊണ്ട് കൺസോർഷ്യം അല്ല. ഈ കേസിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു 20 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്, ഇവിടെ ഒരു 60 ഉണ്ട്. സോ ഇത് വരുമ്പോൾ ഇതൊരു കൺസോർഷ്യമാണ് ആക്ച്വലി, ബിക്കോസ് എല്ലാവർക്കും 5 to 75% അണ്ടറിലുള്ള ഓണർഷിപ്പ് മാത്രമേ ഒരു കമ്പനിക്ക് ഉള്ളൂ. അതിൻ്റെ ഇടയിലുള്ള 5-ൻ്റെയും 75-ൻ്റെ ഇടയിലുള്ള നമ്പർ 20%, ഇവിടെ 20%, 60%. സോ ഇതൊരു കൺസോർഷ്യം കമ്പനിയാണെന്ന് പറയാൻ പറ്റും. കൺസോർഷ്യം ആയെന്ന് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ലോസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് കൺസോർഷ്യം കമ്പനി എന്നാണ് ഇത് പറയാം. കൺസോർഷ്യം കമ്പനി കമ്പനീനാണല്ലോ ഒരു ജോയിൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇതാണ് കൺസോർഷ്യം കമ്പനി. ഇതെല്ലാം കൺസോർഷ്യം മെമ്പേഴ്സാണ്. ഈ B ആയാലും K ആയാലും C ആയാലും എല്ലാം കൺസോർഷ്യം മെമ്പേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, സോ ഈ കൺസോർഷ്യം മെമ്പേഴ്സിന് അവർക്ക് തമ്മിൽ ഇൻ ബിറ്റ്വീൻ ദം ഒരിക്കലും ലോസസ് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ എല്ലാ കമ്പനീസിനുള്ള റൂള്, അതായത് ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ റൂൾ കമ്പനീസിൻ്റെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എല്ലാ കമ്പനീസും UK റെസിഡൻറ്റ് കമ്പനീസ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഈ കൺസോർഷ്യത്തിൻ്റെ കേസിൽ വരുന്ന സമയത്ത് കൺസോർഷ്യം കമ്പനി UK കമ്പനി ആയിരിക്കണം. ഓക്കെ, ദെൻ
ഇവർ തമ്മിൽ ഇൻ ബിറ്റ്വീൻ ലോസ് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കൺസോർഷ്യം മെമ്പർക്കൊരു ലോസ് ഉണ്ട്, ഒരു 8,000 ലോസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ലോസ് കൺസോർഷ്യം കമ്പനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കൺസോർഷ്യം കമ്പനിക്ക് ഒരു ലോസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 15,000 ലോസ് ഉണ്ട് ഒരു മാസം, ഓക്കെ, ഒരു കൊല്ലത്തിൽ. ദെൻ ഇതെന്ത് ചെയ്യാം, കൺസോർഷ്യം മെമ്പേഴ്സിന് അപ്വേർഡായിട്ടും ഡൗൺവേർഡായിട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ? ലോവർ ഓഫ്, അവിടെ റൂൾ വരുന്നുണ്ട്, ആ റൂൾ നമുക്ക് പഠിക്കാം. ലോവർ ഓഫ് 2 കാര്യത്തിൽ ലോവറാണ് എടുക്കേണ്ടത്. ഒന്നെങ്കിൽ ഇപ്പം കൺസോർഷ്യം കമ്പനിയുടെ ലോസാണ് കൺസോർഷ്യം മെമ്പറിൻ്റെ ലോസ് എന്ന് സെറ്റ് ഓഫ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ ഈ കൺസോർഷ്യം മെമ്പർക്ക് ലെറ്റ്സ് ഇപ്പം ഈ ഒരു കൊല്ലം ഒരു 60,000 പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം 60,000 എടുക്കുന്നു. ദെൻ ഇവർക്ക് 20% ഷെയറിലുള്ളത്, ഓക്കെ. ഇവിടെ വരുന്ന ലോസ് ഒരു 15,000 ആണല്ലോ, 15,000. അപ്പോൾ ഈ 15,000ൻ്റെ 20% എത്രയാണ്? 3,000 ആണ്, ഓക്കെ. അപ്പോൾ 3,000 ലോവർ ആയിട്ടുള്ള ഇതിൽ ഏതാണോ ലോവർ ആയിട്ടുള്ള ഫിഗർ അതാണ് എടുക്കുക. അപ്പോൾ 3,000 ലോസ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിന്ന് 3,000 ലോസ് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള റിമൈനിങ് ആയിട്ടുള്ള ഒരു 57,000 അതായിരിക്കും പിന്നെ പ്രോഫിറ്റ് വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ കൺസോർഷ്യത്തിൻ്റെ കേസ് നമുക്ക് മേജറായിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്ന റൂൾസ്. ഓക്കെ, സോ എനിവേ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്.